പ്രിയപ്പെട്ടവരെ, ആ ടെമ്പോയ്ക്കുള്ളിൽ ഓർഗൻ വായിച്ച് പാട്ട് പാടുന്ന ആ സഹോദരൻ മദ്യത്തിനും മയക്കുമരുന്നിനും പിടിക്കപ്പെട്ട് താൻ MGM ഡയറക്ടറായിരുന്നു. ലോകരാജ്യങ്ങളിൽ മുഴുവൻ പാട്ടുകൾ പാടി താൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഒരു ചെറ്റ കഴിഞ്ഞുകൊണ്ടിരുന്ന സഹോദരൻ തന്റെ ജീവിതത്തിൽ തനിക്ക് ആഗ്രഹമുണ്ട്, മദ്യപാനം ഒന്ന് വിടണം, ഡ്രഗ് അഡിക്ഷൻ ഒന്ന് വിടണം. ആരും തന്നെ സഹായിക്കുന്നില്ല. ആരെന്നെ സഹായിക്കും? ഒരു ദിവസം താൻ ഇങ്ങനെ പറഞ്ഞു, യേശു കർത്താവേ, നീ ജീവനോടെ ഉണ്ടെന്ന് ഇവർ പ്രസംഗിക്കുന്നല്ലോ, എങ്കിൽ എന്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കണം, എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ എന്ന് പറഞ്ഞ മാത്രയിൽ യേശു തന്റെ ജീവിതത്തിൽ കടന്നു വന്ന് തന്റെ ജീവിതത്തെ ഒരു മഹാ സന്തോഷമാക്കി. ഹല്ലേലൂയ. ഷാജി ബ്രദർ എന്തി? ഈ കോഴഞ്ചേരി പട്ടണത്തിന് ഷാജി ബ്രദർ അന്യനല്ല. മാരാമണ്ഡൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഷാജി തന്റെ ജീവിതത്തിൽ മദ്യപാനത്താൽ തകർന്ന 16ഓളം ഡി അഡിക്ഷൻ സെന്ററുകളിൽ, മദ്യവിമുക്ത കേന്ദ്രങ്ങളിൽ 16ഓളം സ്ഥലങ്ങളിൽ 40-ലധികം പ്രാവശ്യം ചികിത്സിച്ചിട്ടും തന്റെ ജീവിതത്തിൽ വിടുതൽ കിട്ടിയില്ല. ഡി അഡിക്ഷൻ സെന്റർ, ആ മദ്യവിമോചന സെന്ററിൽ നിന്ന് താൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും അടുത്ത മദ്യശാല തേടി താൻ ഓടുവാൻ തുടങ്ങി. എന്നാൽ യേശു തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, മദ്യവിമോചന സ്ഥലം സഹായിക്കാൻ തുടങ്ങി തന്റെ ജീവിതത്തെ യേശു കർത്താവ് ആ ഒരു മഹാ സന്തോഷമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കർത്താവ് ജീവനോടെ ഉണ്ട്. വചനം പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും അവൻ നൽകുവാൻ സമ്പന്നനാണ്. ഹല്ലേലൂയ. ആര് ചോദിച്ചാലും, ഇന്നെ കേൾക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും, ഏത് തകർന്ന വ്യക്തിയാണെങ്കിലും, ഏത് മെഡിക്കൽ സയൻസ് തള്ളിയ വ്യക്തിയാണെങ്കിലും, ലോകം നിന്നെ തള്ളിക്കാണും, വീട്ടുകാർ തന്നെ തള്ളിക്കാണും, കൂട്ടുകാർ നിന്നെ തള്ളിക്കാണും. എന്നാൽ ദൈവവചനം പറയുന്നു, അമ്മ തന്റെ കുഞ്ഞുങ്ങളെ തള്ളിക്കളഞ്ഞാലും യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും തള്ളത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയല്ല, ഇതൊരു കഥയല്ല, ഇത് ഞങ്ങളുടെ കഥയാ. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഒന്നിച്ച് വിളിച്ചു പറയാൻ ഒരുന്നേ ഉള്ളൂ, യേശു ജീവനോടെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. ആ കർത്താവ് അവന്റെ മക്കൾ ഒന്നിച്ചെവിടെ കൂടിയാലും അവൻ അതിന്റെ മധ്യത്തിലുണ്ട്. ഇന്ന് ഈ പട്ടണത്തിൽ എന്നെ കേൾക്കുന്ന ഏറ്റവും തകർന്ന വ്യക്തിയായിരിക്കും, ആരും സഹായിക്കാനല്ല ഇല്ലാത്ത വ്യക്തിയായിരിക്കും. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ കരം നീട്ടി കാണും, മനുഷ്യർ നിങ്ങളെ കൈ മലർത്തി കാണിച്ചു കാണും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കരം ഇവന്റെ മുമ്പിൽ നീട്ടിയാൽ നിങ്ങൾ ഒരു കാലത്തും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നിന്നെ കേൾക്കുന്ന കച്ചവടക്കാർ ഈ പട്ടണത്തിലുണ്ടല്ലോ, കർത്താവ് നിങ്ങളുടെ കച്ചവടങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് കച്ചവട സ്ഥാപനത്തിൽ ശൂന്യതയായിരിക്കുകയാണെങ്കിൽ ശൂന്യതകളെ നിറയ്ക്കാൻ എന്റെ യേശുവിന് കഴിവുണ്ട്. ഒരു കാര്യം ചെയ്താൽ മതി, നിൽക്കുന്ന സ്ഥലത്ത് രോഗികൾ എന്നെ കേൾക്കുന്നെങ്കിൽ ആ രോഗസ്ഥലത്തൊന്ന് കരം വെക്കാം. ഇന്ന് ഏത് രോഗമായിട്ട് ഭാരപ്പെടുന്നെങ്കിൽ അത്ഭുത സൗഖ്യം ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ സംഭവിക്കും. ഇന്ന് തളർന്നാണോ ഇരിക്കുന്നത്? ഭവനങ്ങളിൽ എന്നെ കേൾക്കുവാണോ? നിങ്ങൾ തളർന്നാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ കരം തന്നെ അവിടെ ഒന്ന് വെക്കുമ്പോൾ ദൈവവചനം പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ രോഗികളുടെ മേൽ കരം വെക്കുമ്പോൾ സൗഖ്യം വരും. നിങ്ങളുടെ കരം തന്നെ വെക്കുമ്പോൾ ആ കരത്തിന്റെ മുകളിൽ ആണിപ്പാടുള്ള മറ്റൊരു കരം ഇറങ്ങി വരും. ഇന്ന് വിശ്വസിച്ചാട്ടെ, യേശു ജീവനോടെ ഉണ്ട്, യേശു അത്ഭുതവാനാ, യേശു വിടുവിക്കുന്നവനാ, യേശു കൈവിടാത്തവനാ, യേശു ഉപേക്ഷിക്കാത്തവനാ, യേശു തള്ളിക്കളയാത്തവനാ, യേശു നിരാശപ്പെടുത്താത്തവനാ, യേശു അനുഗ്രഹിക്കുന്നവനാ. എല്ലാ നന്മയും കരുണയും നീ യേശുവിനെ അടുത്ത് വരുമ്പോൾ അത് നിന്റെ പിന്നാലെ ഓടി വരുവാൻ തുടങ്ങും. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം. രോഗികൾ കേൾക്കുന്നെങ്കിൽ രോഗസ്ഥലത്ത് കരം വെക്കാം. മറ്റേതെങ്കിലും തകർച്ചയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ കരം സ്വർഗത്തിലേക്ക് ഉയർത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ കരം നെഞ്ചിനോട് ചേർത്ത് വെക്കാം. ഇന്ന് തകർന്ന ആരെങ്കിലും ബിസിനസ്സുകാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കടയ്ക്കുള്ളിൽ ശൂന്യതയാണെങ്കിൽ നിങ്ങളുടെ ക്യാഷ് കൗണ്ടറിന്റെ മുകളിലോട്ട് നിങ്ങളുടെ കരം ഒന്ന് വെച്ച് അതിന്റെ ഉള്ളിൽ ശൂന്യത ആണെങ്കിൽ ആ കരം വെക്കുന്നിടത്ത് കർത്താവിന്റെ കരം ഇറങ്ങി വരുമ്പോൾ, എല്ലാ നിറവിനോളം നിറയ്ക്കുന്നവന്റെ നിറവ് അവിടെ ഇറങ്ങി വരുമ്പോൾ അത്ഭുതം നടക്കും. പ്രിയപ്പെട്ടവരെ, അത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടല്ല, ഒരു കല്ലവ തുറന്നു കിടക്കും. അവൻ ജീവനോടെയുണ്ട്.
പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും. ഏറ്റെടുത്താട്ടെ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം നമുക്ക് വേഗത്തിൽ അടയ്ക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ അത്ഭുതകരം ഇന്ന് എല്ലാവരെയും തൊടേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിബ് ബ്രദർ ഈ സമയത്ത് ഓടി മുമ്പോട്ട് വന്ന് സിബ് ബ്രദർ ഇവിടെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. തന്റെ മാതാവിന് ക്യാൻസർ ആയിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞു. എന്നാൽ യേശു ആ മാതാവിനെ സൗഖ്യമാക്കിയപ്പോൾ ഇന്ന് 75-ാം വയസ്സിൽ പൂർണ്ണ ആരോഗ്യവതിയായി ക്യാൻസർ സെല്ലുകൾ ഒന്നുമില്ലാതെ ജീവനോടെയുണ്ട്. തെക്കേമനയിൽ ബിസിനസ് ചെയ്ത ജോസ് ബ്രദർ ഇവിടെ നിൽപ്പുണ്ടല്ലോ. ജോസ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഈ പട്ടണത്തിന് അപരിചിതന ഈ പട്ടണത്തിൽ ബിസിനസ് ചെയ്ത വ്യക്തിയാ. താൻ സാമ്പത്തികമായി തകർന്നപ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ യേശു തന്നെ തള്ളിക്കളഞ്ഞില്ല. ആ കർത്താവിന്റെ സ്നേഹം ഇന്നുമുണ്ട്. അവൻ ജീവനോടെയുണ്ട്. വേഗത്തിൽ പ്രാർത്ഥിക്കാം. കരങ്ങൾ രോഗസ്ഥലത്ത് വെക്കാം. കരങ്ങൾ നെഞ്ചിനോട് ചേർത്ത് വെക്കാം. നിങ്ങളുടെ കച്ചവട സ്ഥാപനമാണോ, നിങ്ങളുടെ ക്യാഷ് കൗണ്ടറിൽ കരം വെക്കാം. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണം. ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ ഇന്ന് എനിക്കൊരു അത്ഭുതം വേണം എന്ന് പറയുമ്പോൾ അത്ഭുതം നടക്കും. പിതാവേ, ഞങ്ങൾ സ്തുതിക്കുന്നു. യേശു എന്ന ആ സമാധാനം നൽകുന്ന രക്ഷകനായി ഞങ്ങളിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ച ദൈവവചനത്തിനായി ഞങ്ങളിനെ സ്തുതിക്കുന്നു. കേൾപ്പിച്ച അത്ഭുത സാക്ഷ്യങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിന്റെ സാക്ഷ്യങ്ങളെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അപ്പോൾ തന്നെ ഞങ്ങൾ തെക്കേമലയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ യേശുവേ കടന്നു വരണമേ, എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്നൊരു വിടുതൽ വേണമെന്ന് പറഞ്ഞ് കരം വച്ചിരിക്കുന്ന വ്യക്തി ജീവിതത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ പൂർണ്ണ വിടുതൽ സംഭവിക്കട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി തകർന്ന് കേൾക്കുന്ന ബിസിനസ് തകർച്ചയിലിരിക്കുന്ന ജീവിതം ഇന്നവർ വിശ്വാസത്തോടെ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുതുവഴികൾ തുറക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ അവരെ ബിസിനസ് സ്ഥാപനങ്ങളെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരടി മുൻപോട്ട് വെക്കാൻ കഴിയാതെ ജീവിതത്തിന്റെ തകർച്ചയുടെ മുഖത്ത് എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് കേൾക്കുന്ന ജീവിതങ്ങളെ ഞങ്ങൾ ചേർന്ന് അവർ യേശുവേ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ കർത്താവ് അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം. തകർന്ന വ്യക്തി ജീവിതങ്ങളിൽ കർത്താവിന് സമാധാനം ഇപ്പോൾ തന്നെ അയക്കുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ദേശത്തെ കർത്താവെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്തിന് ആത്മഹത്യകൾ നടക്കരുത്. യേശുവിന്റെ നാമത്തിൽ സമാധാനം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സന്തോഷം. അപ്പോൾ തന്നെ ജോമോൻ എന്ന വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. സഹോദര, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടി 2009 വർഷങ്ങൾക്ക് മുമ്പ് യേശു കാൽവറിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് നീ ഇനിയും ഒളിച്ച കാര്യമില്ല. യേശു നിന്നെ വിടുവിക്കും. കർത്താവെ, ഞങ്ങൾ ചേർന്ന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതൽ ഉണ്ടാകട്ടെ. ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് സ്ഥാപനങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ